ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് വന്നിട്ട് മുംബൈയിൽ വെച്ചിട്ടാണ്. ഒരു ഫാമിലി എന്ന് വെച്ചാൽ 4 പേരാണ്. അച്ഛനും അമ്മയും പിന്നെ 2 പെൺകുട്ടികളാണ്. അവരുടെ വയസ്സ് വന്നിട്ട് 13ഉം 16 വയസ്സാണ്. ഏപ്രിൽ 25 രാത്രി സമയത്തിൽ ഇവർ വെളിയിൽ നിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം വന്നിട്ട് ഇവർ വീട്ടിലോട്ട് പോകുന്ന ഇടയിൽ വന്നിട്ട് ഒരു വാട്ടർ മെലൺ കഴിക്കുന്നതായിരിക്കും. കഴിച്ചിട്ട് 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എല്ലാവർക്കും വയറുവേദനയും വോമിറ്റിംഗ് ഉണ്ടാവുന്നതായിരിക്കും. ആദ്യം എല്ലാവരും പെയിൻ സഹിക്കുന്നതായിരിക്കും. പിന്നീട് വന്നിട്ട് അവർക്കത് സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ അവരെല്ലാവരും ഹോസ്പിറ്റലിലോട്ട് പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് അവരെല്ലാവർക്കും ട്രീറ്റ്മെന്റ് കിട്ടിയാലും എല്ലാവരും മരിച്ചു പോകുന്നതാണ്. ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അവരെല്ലാവരും ഫുഡ് പോയ്സണിലാണ് മരിച്ചു പോയിരിക്കുന്നത്. ഫുഡ് പോയ്സണിങ് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ നോർമലായിട്ട് കണ്ടിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് ഒരുപാട് ഫുഡ് പോയ്സണിങ് കേസസ് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് വന്നിട്ട് അങ്ങനെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ജാർഖണ്ഡിൽ വെച്ചിട്ട് ഗോൾഗുപ്പ കഴിച്ചുകൊണ്ട് 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു മരിച്ചു പോകുന്നതായിരിക്കും. കൂടെ 20 പേര് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുവാണ്. ഇനി ഗുജറാത്തിൽ വെഡ്ഡിംഗ് ഫംഗ്ഷനിൽ ഫുഡ് കഴിച്ചുകൊണ്ട് 400 പേര് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുവാണ്. ഇതിൽ കുട്ടികളും അച്ഛനും അമ്മയും പ്രായമായിരിക്കുന്ന എല്ലാവരും വന്നിട്ട് ഇൻക്ലൂഡ് ആയിരിക്കുവാണ്. അതുകൊണ്ട് പുറത്ത് ചെന്ന് വല്ലത് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നീട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ വെളിയിൽ ചെന്ന് കഴിക്കുവാണെങ്കിൽ ഞങ്ങൾ എന്ത് കഴിച്ച് എപ്പം മരിച്ചു പോകും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല.